വണ്ടിയാകുമ്പോൾ മൈലേജ് വേണം, ബഡ്ജറ്റിൽ ഒതുങ്ങണം. ഇനി എന്തെങ്കിലും ചില്ലറ പണികളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് വർക്ക്ഷോപ്പിലും കൊണ്ടുപോയാണ്ട് നേരാക്കാനും പറ്റണം. അതിപ്പോൾ ഏതാപ്പോൾ പറ്റണ വണ്ടി? അതെ, മാരുതി സുസുക്കിൻ്റെ വണ്ടി നമുക്ക് എവിടെയും കൊണ്ടുപോകാം, എവിടെ പോയാലും കുടുങ്ങൂല. ഏത് വർക്ക്ഷോപ്പുകാരും റെഡിയാക്കും. ഒരു ബേസിക്കായിട്ട് ഏത് വർക്ക്ഷോപ്പുകാരനാണെന്നുണ്ടെങ്കിൽ ഓൾക്ക് റെഡിയാക്കാൻ കഴിയുന്ന വണ്ടിയാക്കാരാണ്. അപ്പോൾ മൈലേജും വേണം, എല്ലാ കാര്യങ്ങളും. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഡീസൽ വേരിയൻറ്റിൽ വരുന്ന ഒരു സ്വിഫ്റ്റ് ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അതിൻ്റെ മുന്നേ ഞാനൊരു അടിപൊളി മനോഹരമായിട്ടുള്ളൊരു കാഴ്ച എങ്ങനെ ഞാൻ കാണിച്ചു തരാം. അവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുന്ന വീട്ടിൽ ഈ ചെടി, ഇവിടെ നമ്മളെ പൂമ്പാറ്റ ചെടി എന്നാണ് ഇതിന് പറയുക. ഇപ്പോൾ ഞാൻ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് കയറി വരുമ്പോൾ തന്നെ ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു. നമ്മൾ കയറി വന്നപ്പോൾ ഒക്കെ കൂടെ ഉണ്ട് പരന്നിരുന്നു, ഇതിലേറെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളെ സൗണ്ട് കേട്ടിട്ട് പോയതാ തോന്നുന്നു. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം, കൂടുതൽ വലിച്ചു നീട്ടാതെ അല്ലേ. യെസ്, അപ്പോൾ ഡീസൽ വേരിയൻറ്റിൽ വരുന്ന ZDIയിൽ വരുന്ന ഒരു അടിപൊളി ഒരു വാഹനമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അത് നല്ല ഡിമാൻഡുള്ള കളറിൽ ഒന്ന് ഡാർക്ക് ബ്ലൂ, ഇനി നമ്മൾ ചിലർ പോലീസ് ബ്ലൂ എന്ന് പറയും, അതേമാതിരി ഡാർക്ക് ബ്ലൂ എന്നൊക്കെ പറയും. അപ്പോൾ ZDI ആണ് വണ്ടി ഓപ്ഷൻ വരുന്നത് എന്നുണ്ടെങ്കിലും ZDI പ്ലസ്സിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു വാഹനം തന്നെയാണ്. ഇവിടെ ഡോക്ടറെ ബാഡ്ജിങ് ഒക്കെ ഉണ്ട്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് പറയാൻ മടിയാണ്. ഇപ്പോൾ ഈ ഡോക്ടറെ ബാഡ്ജിങ്, വക്കീലിൻ്റെ ബാഡ്ജിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കളിയാക്കും. ഇത് സെക്കൻഡ് ഓണർഷിപ്പുള്ള വണ്ടിയാണ്. ആദ്യത്തെ ഓണർ ചിലപ്പോൾ ഡോക്ടറായിരിക്കും. ഇതിപ്പോൾ നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പുള്ള വണ്ടിയാണ്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഏകദേശം ഒരു 80-90% ഫ്രണ്ട് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 50% ബാക്ക് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. മേജർ ആക്സിഡൻറ്റോ മേജർ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനിയിപ്പോൾ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുകയും ചെയ്യാം. എല്ലാ വണ്ടികളും കാണിച്ചു തരുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും കാണിച്ചു തരാം. കൂടുതൽ വലിച്ചു കിട്ടാതെ ഓരോരോ ഭാഗങ്ങളായിട്ട് കാണിച്ചു തരാം. ഇതാ ഡോർ സൈഡൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തോട്ടോ. ഇതാ ഡോർ സൈഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡോർ മാറുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ അതാ ഈ നമ്പർ നോക്കിക്കോളൂ. ഗ്ലാസ് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ സെയിം ഇത് തന്നെയാണ് വരിക. ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയൻറ്റ് വരും. കാരണം ഇപ്പോൾ 2018 മോഡലാണ് ഈ വണ്ടി. ചിലപ്പോൾ 17 പാർട്സും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇതും ഉണ്ടാവും. ഇയർ ബാക്ക് പാർട്സുകൾ കാര്യങ്ങളൊക്കെ വണ്ടിയിലുണ്ടാവും. അതൊന്നും നോക്കണ്ട. അങ്ങോട്ട് 18-ന് ശേഷമുള്ള നമ്പറോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതൊക്കെ ഞാൻ വിശദമായിട്ട് എങ്ങനെ തിരിച്ചറിയാം, ഇപ്പോൾ റീപ്ലേസ് ചെയ്തൊരു ഗ്ലാസ് അല്ലെങ്കിൽ ഡോറ് ഒക്കെ തിരിച്ചറിയാമെന്നുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇതാ ബാക്ക് ഡോറ് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ റീപ്ലേസോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അതുപോലെ ഡിക്ക് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതും റീപ്ലേസോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് എടുത്ത് കാണിച്ചു കൊടുത്തേ. റീപ്ലേസോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ വണ്ടി തട്ടിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വരുന്നത്. ഓക്കെ, നമ്മളെല്ലാ വീഡിയോയിലും എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഒരു സ്വിഫ്റ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഒരു കുറവ് ബൂട്ട് സ്പേസ് ആണെങ്കിൽ പോലും സ്വിഫ്റ്റിനെ അപേക്ഷിച്ച് അത്യാവശ്യം ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഈ സൈഡത്തെ ഡോറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇതും മാറിയിട്ടോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. മേജറായിട്ടുള്ള റീപ്ലേസ്മെൻറ്റോ ചെറിയ റീപ്ലേസ്മെൻറ്റോ അങ്ങനത്തെ ഒന്നുമില്ല. ഇനിയിപ്പോൾ ZDIയും ZDI പ്ലസും തമ്മിലുള്ള മാറ്റം എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കൂടുതൽ മാറ്റം എന്നൊന്നും പറയാനില്ല. ഇപ്പോൾ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് കാര്യങ്ങൾ വരും. പിന്നെ അതുപോലെ അലൈവീലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡയമണ്ട് കട്ട് അലൈവീൽ എന്നുള്ള ഈ ഒരു പാറ്റേണിൽ അലൈവീലും കാര്യങ്ങളൊക്കെയാണ് വരിക. ഇനി നമുക്ക് കൂടുതൽ ഇങ്ങനെ വലിച്ചു നീട്ടാതെ ഞാൻ ബോണറ്റും കൂടെ ഒന്ന് തുറന്ന് കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ബോണറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ പേസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. മോതിരട്ടുകൊണ്ട് കൈ കൊള്ളുന്നില്ല. ഇവിടുത്തെ പേസ്റ്റ് ആണെന്നുണ്ടെങ്കിലും എൻജിൻ സൈഡ് ഒന്നും ചെയ്തിട്ടില്ല, സർവീസോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റേതായിട്ടുള്ള പൊടികളും ചളികളും ഉണ്ട് എന്നല്ലാതെ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി പേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മളെ മെയിനായിട്ട് കുറ്റി പൊട്ടുക, അതേമാതിരി അഫ്രോൺ പോവുക എന്നൊക്കെ പറയുന്നത്. അങ്ങനത്തെ യാതൊരു ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. കമ്പനി പാനലാണ് കേട്ടോ, ഇത് മാറിയിട്ടില്ല. കമ്പനി പാനലും കാര്യങ്ങളൊക്കെയാണ്. ഇത് നിങ്ങൾക്ക് വണ്ടികൾ നോക്കിയാൽ മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും ഇത് കമ്പനി പാനലാണോ ഇല്ലേ എന്നൊക്കെ. ഇനി അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വലിച്ചു നീട്ടാതെ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഇൻറ്റീരിയർ സൈഡിലോട്ട് പോവാം.
പിന്നെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് എന്ത് വരുന്നത്, പുറത്തുള്ളതൊക്കെ ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ. ഉള്ളിലുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് പറയുകയും ചെയ്യാം. ഇനി ഉള്ളിലോട്ട് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഫ്രണ്ട് സീറ്റിൽ ഡ്രൈവിംഗ് സീറ്റിലുള്ള ഒരു സീറ്റിന് മാത്രം ചെറിയൊരു പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ എല്ലാ സീറ്റും കാര്യങ്ങളൊക്കെ പക്കയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് എ സി എടുത്തേ. ഇല്ലാന്നുണ്ടെങ്കിൽ കീലെസ് ആണ് വരുന്നത്. നമുക്ക് കുടുങ്ങിയാൽ ഒരു കീ ഇതിൻ്റെ ഉള്ളിലുണ്ട്, ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു കീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങൾ ഇവിടെയാണ് നമ്മളെ ബട്ടൺ സ്റ്റാർട്ട്. കുറച്ച് അടുത്തേക്ക് വന്ന് കാണിച്ചു കൊടുക്കാം. പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും പറയാം. ഇത് അതുപോലെ ഫോഗ് ലാമ്പിൻ്റെ ബട്ടന് കാര്യങ്ങൾ ഈ സൈഡിൽ വരുന്നുണ്ട്. ബട്ടൺ സ്റ്റാർട്ടിൻ്റെ വരുന്നുണ്ട്. എ സി വെൻറ്റ് വരുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മീറ്ററിൽ വേറെ പ്രത്യേകിച്ചൊന്നും എടുത്ത് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ അതാ ഹസാർഡിൻ്റെ അതുപോലെ എ സി വെൻറ്റ് രണ്ടെണ്ണം ഇവിടെ, അതുപോലെ അവിടെ ഒരു എ സി വെൻറ്റ്. പിന്നെ സ്റ്റീരിയോ, ആൻഡ്രോയിഡ് സ്റ്റീരിയോയും കാര്യങ്ങളും വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്, റിവേഴ്സ് സെൻസർ വരുന്നുണ്ട്. എ സിയുടെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. പിന്നെ ഒരു ചാർജിങ് പോർട്ട് കാര്യങ്ങൾ, ഓക്സ് കേബിൾ, പെൻ ഡ്രൈവ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞ് നമ്മളെ ഹാൻഡ് ബ്രേക്ക്, ഗിയർ. പിന്നെ എന്താപ്പോൾ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മിറർ വരും, ഇവിടെ ഒരു ലൈറ്റ് കാര്യങ്ങൾ വരും. ഇവിടെ മാത്രം മിറർ വരുന്നില്ല, ഇവിടെ മിറർ വരുന്നത് നമുക്ക് മാത്രം ഒരു മിറർ ഇല്ല, തരാത്ത പോലെ ഒരു വിവേചനം കാണിക്കൽ. അപ്പം ഇനി നമുക്ക് നേരെ ഇതിൽ കൂടുതലൊന്നും പറയാനില്ലാന്ന് തോന്നുന്നു. എയർ ബാഗ് കാര്യങ്ങൾ, ABS ഒക്കെ ബേസിക് ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചറിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇനി നമുക്ക് നേരെ പിന്നെ എടുത്ത് പറയേണ്ടത് പറഞ്ഞാൽ ഇൻറ്റീരിയറിൽ എന്താ ലോ വേരിയൻറ്റും അതുപോലെ ZDI പ്ലസിലൊക്കെ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇൻറ്റീരിയർ കുറച്ചുകൂടെ ഒക്കെ ഒന്നുകൂടെ ഈ സംഭവങ്ങളൊക്കെ ZDIയിലൊക്കെ വരുന്നതാണ്. മറ്റേതിലൊക്കെ ഇവിടെയൊക്കെ ഫുൾ ബ്ലാക്ക് ആയിട്ടൊക്കെയാണ് വരുന്നത്. അതുപോലെ അത്യാവശ്യം നല്ലതാണ്. ഈ ഭാഗത്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിൽവർ കളറിൽ നല്ലൊരു വൃത്തിയിൽ ഇവിടെ ഒരു ക്രോം ഫിനിഷിലുള്ള പിടുത്തവും കാര്യങ്ങളും. മറ്റേതെന്നൊക്കെ പറഞ്ഞാൽ ബ്ലാക്കിൽ തന്നെ ആയിരിക്കും വരിക. ഇത് കാണാൻ അത്യാവശ്യം കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ ബാക്കിലുള്ള കാര്യങ്ങളിലോട്ട് പോവാം. അതുപോലെ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ടയർ എന്ന് പറഞ്ഞാൽ ലോ പ്രൊഫൈൽ ടയറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഡീസൽ വേരിയൻറ്റിൽ വരുന്നത് കൊണ്ട് തന്നെ പിന്നെ ഇവിടെയാണ് നമ്മളെ ബാക്ക് ഡോറിൻ്റെ പിടുത്തവും കാര്യങ്ങളൊക്കെ വരിക. ചിലവർ പറയും ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്, ചങ്ങായി എന്ന് പറയും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ സ്വിഫ്റ്റ് ഇറങ്ങിയ സമയത്തൊക്കെ കുറേ ട്രോൾ ഉണ്ടായിരുന്നു, എടാ ഇതിന് പിടുത്തല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ കുറേ റീലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്യാവശ്യം ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു വണ്ടി തന്നെയാണ്. ഇൻറ്റീരിയർ ഭാഗമൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഉൾഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചു കൊടുത്തേ. മേൽഭാഗമൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വന്ന രീതിയിൽ തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നതൊക്കെ പെട്ടെന്ന് വീഡിയോ ചെയ്യുന്നതാണ്. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ സർവീസോ പോളിഷോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു കുറവുകൾ വണ്ടിയുമുണ്ടാവും. നിങ്ങൾക്ക് തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വണ്ടി ആ സർവീസും പോളിഷും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് തരും. ഇപ്പോൾ എൻജിൻ്റെ നോയ്സ് കേൾക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഞാൻ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ബോണറ്റ് ഒന്ന് പൊന്തിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻജിൻ്റെ നോയ്സും കാര്യങ്ങളും കേട്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കേൾക്കുന്നില്ലേ? വേറെ കുഴപ്പങ്ങളോ നോയ്സ് കൂടുതലോ കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത് വണ്ടി. പിന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനിതിൽ ഉൾപ്പെടുത്തി പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 6,80,000 രൂപയാണ്. ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ ചെയ്ത് കണ്ട് നമ്മൾ എന്ത് ചെയ്യുക, തരാനും കഴിയും. ഈ പാർട്ടിയുടെ അടുത്ത് സംസാരിച്ച് നമുക്ക് എന്ത് ചെയ്യുക, ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയാണ്ട് നമുക്കിത് നിങ്ങൾക്ക് മേടിച്ച് തരാനും കഴിയും. അപ്പോൾ ഒരു ഡീസൽ വേരിയൻറ്റിൽ വരുന്ന ഒരു നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന, മെയിൻ്റെനൻസ് കുറവുള്ള ഒരു എവിടെയും നമുക്ക് കൊണ്ടുപോകാനും എവിടെ പോയാലും കുടുങ്ങാത്ത ഒരു വാഹനം തപ്പി നടക്കുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അവർക്ക് പറ്റിയ ഒരു നല്ലൊരു വാഹനം തന്നെയാണ്. 6,80,000 ചോദിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിലും ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തി തരാം. 1,30,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഡീസൽ വേരിയൻ്റ് ആകുമ്പോൾ അത്യാവശ്യം ഓട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ എടുത്തു പറയേണ്ട കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് പറ്റിയ വണ്ടിയാണ് എന്നുണ്ടെങ്കിൽ പോലും ഇതിലെടുത്ത് പറയേണ്ടത് കാരണം ഇതിൽ സേഫ്റ്റി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബോഡി കുറ്റിയുറപ്പ്, ഞാനിപ്പോൾ പച്ച മലയാളത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ കുറ്റിയുറപ്പ് കുറച്ച് കുറവായിരിക്കും. സ്വിഫ്റ്റ് എന്ന് പറയുന്ന വേരിയൻ്റ് പപ്പടം പൊടിയനാരി പൊരിയ എന്നൊക്കെ പറയുന്നത് അത്രയും ഒന്നുമില്ലാന്നുണ്ടെങ്കിലും
ഈ ഒരു പൈസക്ക് ഈ ഒരു മൈലേജ് അതുപോലെ ഈ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഈ ഒരു റേറ്റിന് കിട്ടുന്ന ഒരു വാഹനമാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു കുറവുകൾ അതിനുണ്ടാവുമല്ലോ. അപ്പോൾ അവർ മൈലേജ് കൂട്ടി വെയിറ്റ് കുറച്ച് മൈലേജ് കൂട്ടിങ്ങാണ്ട് ഈ വണ്ടി ഇറക്കിയത് കൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ഒരു പരിക്കോ കാര്യങ്ങളൊക്കെ പറ്റുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് നെളുങ്ങും കാര്യങ്ങളെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അതിൽ കുറച്ചൊക്കെ യാഥാർത്ഥ്യമുണ്ട്, കുറച്ച് ഹെയ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഒന്ന് പൊലിപ്പിച്ചുകാണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ബോഡി പാർട്സൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസിനുള്ള ഒരു ക്വാളിറ്റിയിലാണ് അവർ തന്നിട്ടുള്ളത്. പക്ഷേ പുതിയ മോഡൽ ഇറക്കിയപ്പോൾ അതിലേറെ ഉഷാറാക്കി. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി ഇറങ്ങിയിട്ടുള്ള സ്വിഫ്റ്റ് ഒന്നുകൂടെ അടിപൊളിയാക്കി, ഒന്നുകൂടെ കുറ്റിയുറപ്പോടെ ഇറക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മോശം വശങ്ങളും നമ്മൾ എടുത്ത് പറയണം എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനിത് എടുത്ത് പറഞ്ഞത്. അപ്പോൾ മൈലേജിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ 28 കിലോമീറ്ററോളം മൈലേജ് കിട്ടുന്ന ഒരു മുതൽ തന്നെയാണിത്. നമുക്കൊരു ബുള്ളറ്റ് കൊണ്ടു നടക്കുന്ന ഒരു ചിലവ് കൊണ്ട് നമുക്ക് ഈ മുതലിനെ കൊണ്ടു നടക്കുക. അത്രത്തോളം മൈലേജും കാര്യങ്ങളും കിട്ടുന്ന ഒരു കിടുക്കാച്ചി മുതലാണ്. അപ്പോൾ വെറും 6,80,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയാണ്ട് തരുകയും ചെയ്യാം. അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ അതുപോലെ നമ്മളെ ചാനലൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് നമ്മളെ കൂടാൻ മറക്കരുത്. ഇതുപോലെയുള്ള നല്ല നല്ല വണ്ടികളും അതുപോലെ നല്ല നല്ല ഓഫർ പ്രൈസിലല്ലേ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും നിങ്ങളെ മുന്നിൽ വരുന്നതാണ്. പുതിയൊരു കിടുക്കാച്ചി കിണ്ണം കാച്ചി വീഡിയോ ആയിട്ട് വീണ്ടും. അതിൻ്റെ മുൻപ് പറയാൻ മറന്നൊരു കാര്യം, നമ്മളെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് ചിലർ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, എവിടെയാണ് സ്ഥലം പറയണമെന്ന് പറഞ്ഞാണ്ട് അതുപോലെ മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ഥലം കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോയിലും നമ്മൾ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യാം കേട്ടോ. നമ്മൾ മലപ്പുറം ജില്ലയിൽ കരുവാരക്കുണ്ട് ചേറുമ്പ് ഇക്കോ വില്ലേജ് പാർക്കിൻ്റെ അടുത്താണ്, ചേറുമ്പ് ഇക്കോ വില്ലേജ് പാർക്കിൻ്റെ അടുത്താണ് നമ്മളെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും നിങ്ങളെ മുന്നിൽ വരുന്നതാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടും എന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ യുവർ ചോയ്സ് അവർ പ്രോമിസ്.